നമസ്കാരം. കെ.എസ്. കിസാമറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ചെറുതേനീച്ച കോളനി നമ്മുടെ കൈവശമില്ല. നമുക്ക് കുറച്ച് മുട്ടയും, അതായത് വിരിയാറായ കുറച്ച് മുട്ടയും ഒരു റാണി മുട്ടയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൂമ്പൊടി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് ഒരു ചെറുതേനീച്ച കോളനി വിജയിപ്പിക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. അതിനായി നമ്മൾ നിലവിൽ ആ എടുത്ത കോളനിക്കകത്ത് കുറച്ച് മെഴുകുണ്ടായിരുന്നു. അതായത് ആ കോളനിയിലെ തന്നെ മെഴുകാണ്. അതിങ്ങനെ നമ്മൾ പാട പോലെ ഇരുന്ന മെഴുകായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ സൈഡുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം ഈ സാധാരണ പല ആൾക്കാർക്കും ഇതുപോലെ അവർക്ക് ചെറുതേനീച്ച കോളനി ഇല്ല എങ്കിൽ നമുക്കിതുപോലെ ഒരു കുറച്ച് മുട്ടയും റാണി മുട്ടയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു PVC എൻറ്റി ക്യാപ്പ് 4 ഇഞ്ചിൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് പെട്ടിക്കകത്തോ എവിടെ വേണമെങ്കിലും വെക്കാം, എന്ത് കലമായാലും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അതിനൊരു പൊത്തിട്ടിട്ട് അത് അങ്ങ് അടച്ചു വെക്കുക. അടച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. പിന്നീട് ഞാൻ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയ്ക്കകത്ത് ഒരു റാണി മുട്ട ഉണ്ടായിരുന്നു. അപ്പം ആ റാണി മുട്ടയും ആ മുട്ടയും കൂടെ വിരിയാറായ മുട്ടയാണ്, അല്ലാണ്ട് മറ്റു മുട്ടകളൊന്നുമില്ല. വിരിയാറായ മുട്ട മാത്രമേ ഉള്ളൂ. അത് നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിനകത്ത് കുറച്ച് ഈച്ചകളെ ആവശ്യമാണ്. ഈച്ചകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ വളരെ കുഞ്ഞ് ഈച്ചകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓടി നടക്കുന്ന കുഞ്ഞ് ഈച്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പൊത്തിട്ടിട്ട്, ചെറിയ പൊത്തുകൾ കൊടുത്താൽ മതി. തൽക്കാലം അടച്ചു വെക്കുമ്പോൾ അവർക്ക് ശ്വാസമൊക്കെ കിട്ടും. അവിടെ ചെറിയ പൊത്ത് കൊടുത്തിട്ട് നമ്മൾ അതിനെ ചെയ്യും, അതൊരു തുണിയിട്ട് നമുക്ക് കെട്ടി അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒന്നും ഈച്ച ഇറങ്ങിപ്പോകത്തില്ല. ഈച്ചയ്ക്ക് ശ്വാസം കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഇതുപോലെ ഒരു കുപ്പി ഉപയോഗിച്ചിട്ട്, ഇവിടെ ഒരു മീറ്റർ ബോക്സിൻ്റെ അവിടെ ഈച്ച ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഈച്ചനെ നമ്മൾ കുപ്പിക്കകത്ത് കയറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ കുപ്പിക്കകത്ത് കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അല്പം തേൻ ചേർത്ത്, അതായത് തേൻ 1-2 തുള്ളി ആയാലും മതി, അല്ലെങ്കിൽ സ്വല്പം തേൻ എടുത്തിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ കുപ്പിയിലൊന്ന് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുലുക്കിയിട്ട് ആ കുപ്പിയിലെ കംപ്ലീറ്റ് വെള്ളവും കുടഞ്ഞു കളയണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചിറകിലെല്ലാം വെള്ളം ഒട്ടി ഒരു ഗോളം പോലെ പെട്ടെന്ന് അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതിനകത്തെ മണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടിപിടി കൂടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിങ്ങനെ കൊട്ടിക്കൊടുക്കണം. ഇങ്ങനെ കൊട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ തുരുതുരെ കൊട്ടിക്കൊടുത്തോണ്ടിരുന്നാൽ ഇറങ്ങത്തില്ല. അല്പം കൊട്ടുക, ഒന്ന് നിർത്തുക, അല്പം കൊട്ടുക, ഒന്ന് നിർത്തുക, ഇങ്ങനെ സാവകാശം ഇങ്ങനെ കൊട്ടിക്കൊടുക്കുക. അപ്പോൾ ഈച്ച ഇതിൻ്റെ അകത്തോട്ട് വന്ന് കയറിക്കോളും. ഇങ്ങനെ ഈച്ച നമുക്ക് ഏകദേശം ആയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കൊട്ട് നിർത്തുകയും ആ കുപ്പി നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഏത് പാത്രമാണോ ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ ഈച്ചനെ ഇടാം. ഈ ഈച്ചകൾ പറന്നു പോകത്തില്ല, കാരണം അതിൻ്റെ ചിറകുകളിലെല്ലാം വെള്ളം ഒട്ടിയിരിക്കുന്നതുകൊണ്ട് പറന്നു പോകത്തില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് കൊണ്ട് അങ്ങോട്ട് കുടഞ്ഞിടണം. അങ്ങനെ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് അടച്ചു വെക്കണം. അടച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മൾ അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ തൊട്ടടുത്തുനിന്ന് എടുത്തെങ്കിൽ ഈച്ച അങ്ങോട്ട് പറന്നു. അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കതിനകത്ത് അടച്ചു വെക്കുന്നത് നല്ലതാണ്. അടച്ചു വെക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ നിലവിൽ കാണിച്ച പോലെ ആ വാതിലൊന്ന് അടച്ച് മെഴുക് ഉപയോഗിച്ച് തന്നെ അടച്ചങ്ങ് വെച്ചേക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ അവർ ഈച്ചകൾ തന്നെ തുറന്നു വരും, അല്ല എങ്കിൽ നമ്മൾ ഒരു ചെറിയ ഈർക്കിലിയുടെ വളരെ നൈസായ രീതിയിൽ അടച്ചിട്ട് ഒരു ചെറിയ കിഴുത്തെന്ന് പറഞ്ഞാൽ അവിടെ സൂചിയുടെ പോയിൻറ്റിൻ്റെ കിഴുത്ത മാത്രം ഇട്ടവിടെ നിർത്തുക. അപ്പം പുറത്തോട്ടുള്ള വെളിച്ചം കാണുക, ഈച്ചകൾ പതുക്കെ കരണ്ട് പുറത്തിറങ്ങി കോളും. അപ്പോൾ അങ്ങനെ അവർ പുറത്ത് പോയി പൂമ്പൊടിയും കാര്യങ്ങളും എല്ലാം ശേഖരിച്ചോളും. പൂമ്പൊടി കാരണം വെച്ചാൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഈച്ചകളെല്ലാം പറക്കാൻ പറ്റുന്ന ഈച്ചകളായതുകൊണ്ട് അവർക്ക് പുറത്ത് പോയി പൂമ്പൊടിയും തേനും ഒക്കെ ശേഖരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്ന ഈച്ചകളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോളനികളെ നമുക്ക് വിജയിപ്പിച്ച് എടുക്കാൻ സാധിക്കും. ഇനി ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഈ പിടിച്ചോണ്ട് വന്ന ഈച്ചനെ, നമ്മുടെ കുപ്പിക്കകത്ത് പിടിച്ചോണ്ട് വന്നിരിക്കുന്ന ഈച്ചനെ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണ്. അപ്പം ഇപ്പം ഇട്ട് കാണിക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ എൻട്രൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വാതിൽ ഒന്ന് അടച്ചു വെക്കണം. വാതിൽ അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മളിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഈ ഈച്ചകൾ അതിനകത്തൂടെ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് വിജയിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതാ കുപ്പിക്കകത്തുനിന്ന് 2 തട്ടൊക്കെ കൊടുത്ത് വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടുകയാണ്. ഇപ്പോൾ ഇതാ നോക്കിക്കോ, ഒത്ത ഈച്ചയെ ഞാൻ അതിനകത്തോട്ട് കുടഞ്ഞിടുകയാണ്. കാരണം അത് പറന്ന് പോകത്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ചിറകിലെല്ലാം ഒട്ടിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വെള്ളമെല്ലാം ഒട്ടി ഒന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് അത് ആ മുട്ടയിൽ സെറ്റായിക്കോളും. എന്നിട്ട് അപ്പോൾ ചെറുതേനീച്ച കോളനി എങ്ങനെ നമുക്ക് പുറമേ നിന്നും ഒരു ഈച്ചേനെ കുപ്പിക്കകത്ത് തട്ടിക്കയറ്റി കൊണ്ടുവന്ന് എങ്ങനെ സെറ്റാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന്
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.